രാവിലെ തന്നെ അപ്പോൾ വിശന്നപ്പോൾ നമുക്ക് ഞാൻ ദോശയും തലേന്നത്തെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. രാവിലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഉമ്മറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെ കാല് കയറ്റി വെച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ പണ്ട് കേട്ട് വളർന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതായത് കാലുമേൽ കയറ്റി വെക്കരുത്, ഉമ്മറത്ത് വന്നിരുന്ന് ഇങ്ങനെ ഇരിക്കരുത്, അതുപോലെ തന്നെ കാലാട്ടരുത്. അങ്ങനെ ഒരുപാട് ചിട്ടവട്ടങ്ങളും ഒരുപാട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ. സ്ത്രീകൾ കാലാട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ കാലുമേൽ കാല് കയറ്റി വെച്ചിരിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കേട്ട് വളർന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇഷ്ടമല്ലേ നമ്മളെങ്ങനെ ഇരിക്കണം എന്നുള്ളത്. മറ്റുള്ളവരുടെ എന്താ പറയുക സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു കളിപ്പാവയായിട്ടോ ഒക്കെ ജീവിക്കാനല്ലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടേതായ കുറേ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉള്ളത് നമ്മുടെ വീട്ടിലാണല്ലോ. നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ അല്ലെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു കളിപ്പാവയെ പോലെ ജീവിക്കേണ്ടി വരുന്നതാണ് പല സ്ത്രീകളും ഇന്ന് മരണത്തിന് ആത്മഹത്യക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മളായി തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കുറേ പാഠങ്ങൾ കേട്ടോ. പിന്നെ മറ്റുള്ളവരുടെ ഗൈഡൻസിനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചിട്ടവട്ടങ്ങൾക്കും നമ്മളൊരു ഒരു 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 കളിപ്പാവയെ പോലെ നമ്മളാകാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ത്രീകളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സ്പേസ് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളുടെ ജീവിതം ആരുടെയൊക്കെയോ ചരടിന്മേലാണ്, അല്ലെങ്കിൽ ആരൊക്കെയോ കോർത്ത് കെട്ടിവലിച്ചിരിക്കുന്ന ഒരു വണ്ടിയിലാണ് എന്നുള്ളതും കൂടെയാണ് പറഞ്ഞു തന്നത്. കാരണം ഒരുപാട് ആത്മഹത്യയും അതുപോലെ തന്നെ കൊലപാതകങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. നാളെ ആരാണ് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും അവനവൻ്റെ ജീവിതം അവനവൻ്റെ സ്പേസ് നമ്മൾ